Do you know whom I am talking about? Once failed in his exams to become a pilot. പൈലറ്റ് ആകാൻ ആഗ്രഹിച്ച പരീക്ഷയിൽ പരാജയപ്പെട്ട ഒരാളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹം പിന്നീട് രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിലെത്തി ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമായി. രാമേശ്വരത്തെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് അദ്ദേഹത്തിന് തൻ്റെ പഠനം തുടരുന്നതിന് പത്രം വിൽക്കേണ്ടി വന്നു. ഏറെ പ്രതീക്ഷയോടെ എഴുതിയ പൈലറ്റ് എക്സാമിനേഷനിൽ 9th റാങ്ക്. 8 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പ്രവേശനം ലഭിച്ചു. എല്ലാവരെയും പോലെ അദ്ദേഹത്തെയും അത് പ്രയാസപ്പെടുത്തി, സങ്കടമുണ്ടാക്കി. ബട്ട് ഹി വാസ് നോട്ട് റെഡി ടു ഗിവ് അപ്പ്. പരാജയം സമ്മതിക്കാൻ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നീട് ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ചു. രാഷ്ട്രത്തിൻ്റെ തലവനായി, യുവാക്കൾക്ക് പ്രചോദനമായി, കുട്ടികൾക്ക് അധ്യാപകനായി, ലോകം ചുറ്റിയ നേതാവായി, ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അതെ, ഞാൻ സംസാരിച്ചത് അവുൽ പക്കീർ ജൈനുലാബിദീൻ അബ്ദുൽ കലാമിനെ കുറിച്ച് തന്നെ. വിജയിച്ചവരുടെ ചരിത്രം വായിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടിയേക്കാം. പക്ഷേ പരാജയപ്പെട്ടവരുടെ ചരിത്രമാണ് വായിക്കേണ്ടത്. കാരണം അവ നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ തരുമെന്ന് പറഞ്ഞ സൂര്യനെ പോലെ തിളങ്ങാൻ ആദ്യം സൂര്യനായി ജ്വലിക്കണമെന്ന് പഠിപ്പിച്ച, ദൃഢനിശ്ചയം കൊണ്ട് എന്തും കീഴടക്കാമെന്ന് കാണിച്ചു തന്ന നമ്മുടെ സ്വന്തം APJ അബ്ദുൽ കലാം സാർ. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളൊക്കെ നമുക്ക് പ്രചോദനമാകട്ടെ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.